ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാളുടെ ജീവിതത്തിലെ സന്തോഷവും ലൈംഗികതയും തമ്മിൽ വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. അത് സ്ത്രീ ആയാലും പുരുഷനായാലും അങ്ങനെ തന്നെയാണ്. അതുപോലെ സാഹചര്യം, ജെൻഡർ ഒക്കെ അനുസരിച്ച് ഇത് ആസ്വദിക്കുന്ന രീതിയും വ്യത്യാസമായിരിക്കും. അപ്പം നമ്മൾ ലൈംഗികത ചെയ്യുന്നത് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടുമാണല്ലോ. മനസ്സൊരു പ്രധാന ഘടകമാണ്. എന്നുവെച്ചാൽ മനസ്സിൻ്റെ ചിന്തകൾ, ഭാവനകൾ, അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫാൻറ്റസികളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും അവയവങ്ങളുടെ ആകർഷണം വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ച് അവൻ്റെ ലിംഗമാണ് ലൈംഗികതയിൽ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസവും അല്ലെങ്കിൽ സന്തോഷവും സുഖവും ഒക്കെ പകർന്നു കൊടുക്കുന്നത് അവൻ്റെ ലിംഗമാണ്. അപ്പോൾ അതിൻ്റെ ആരോഗ്യത്തെ കേന്ദ്രീകരിച്ചാണ് പുരുഷൻ്റെ ലൈംഗികത പോകുന്നത്. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് യോനി ഭാഗത്താണ് കൂടുതലായിട്ടും ഒരു അനുഭൂതി കിട്ടുന്നതെങ്കിലും മാറിടങ്ങളും ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട എന്നുവെച്ചാൽ അവരൊരുപാട് പ്രാധാന്യം കൊടുക്കുന്ന, ആസ്വദിക്കുന്ന ഒരു അവയവമാണ് അവരുടെ നിതംബം എന്ന് പറയുന്നത്. അപ്പം വികാരമുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ച് ആ ഭാഗത്ത് കിട്ടുന്ന സ്റ്റിമുലേഷൻ വളരെയേറെ ആസ്വദിക്കുന്നുണ്ട്. അതുപോലെ ഒരു പുരുഷനെ അപേക്ഷിച്ച് ഒരു സ്ത്രീയിൽ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഭാഗവും ഈ കുണ്ടിഭാഗമാണ്. ഇത് സ്ത്രീകൾക്കും അറിയാം. പൊതുവേ സ്ത്രീകൾക്കൊക്കെ അറിയാം പുരുഷൻ ഇതിനോടൊരു പ്രത്യേക ക്രേസ് ഉണ്ടെന്ന്. ഇപ്പോൾ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ലൈംഗികതയിൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി ഉണ്ടല്ലോ. ഒരാൾ കൊടുക്കുന്നു, മറ്റൊരാൾ സ്വീകരിക്കുന്നു. അതല്ലെങ്കിൽ ഒരാളിൻ്റെ അവയവം മറ്റൊരാൾ ആസ്വദിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന നിതംബവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ആസ്വാദന രീതികളാണ്. ചില പുരുഷന്മാർക്ക് ഇതിനോട് ഭയങ്കര ക്രേസാണ് കേട്ടോ. അവരുടെ മിക്കവാറും കലാപരിപാടിയെല്ലാം ഇതിനകത്ത് ഫോക്കസ് ചെയ്താണ്. അപ്പോൾ ഈ 40 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരോടൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും. ഒരു സമയത്ത് ഈ ബസ്സിലായിരുന്നല്ലോ കൂടുതലും യാത്ര. അന്നൊക്കെ കൂടുതൽ ആൾക്കാർ ബസ്സിലാണല്ലോ യാത്ര ചെയ്യുന്നത്. നല്ല തിരക്കുമാണ് ആ സമയത്ത്. അപ്പോൾ അന്നൊക്കെ ഈ ചില പുരുഷന്മാർക്ക് ഈ ബസ്സിനകത്ത് ജാക്കി വെക്കുന്ന പരിപാടി ഒരു പ്രത്യേക ക്രേസായിരുന്നു. അതിനൊരു പ്രത്യേക പ്രചാരണം ഉണ്ടായിരുന്നത് കേട്ടോ. അന്നത്തെ സ്ത്രീക്കും പുരുഷനും എല്ലാം ഈ ജാക്കി വെക്കുന്ന പരിപാടി അറിയാം. എന്നുവെച്ചാൽ ഈ ബസ്സിലൊക്കെ നല്ല തിരക്കുള്ള സമയത്ത് ചില സ്ത്രീകളുടെ പുറകിൽ ഈ പുരുഷന്മാർ വന്നിരിക്കും. എന്നുവെച്ചാൽ ചേർന്ന് നിൽക്കും. ആക്ച്വലി ചിലപ്പോൾ നിൽക്കുന്നതായിരിക്കത്തില്ല, അങ്ങനെ അങ്ങ് ആയിപ്പോവും. ആ തിരക്ക് കൊണ്ട് അങ്ങനെ അങ്ങ് വരും. സ്ത്രീകൾ ഫ്രണ്ടിലാണല്ലോ നിൽക്കുന്നത്, പുരുഷൻ്റെ സ്ഥാനം പുറകിലാണല്ലോ. എന്നുവെച്ചാൽ ലിംഗത്തിൻ്റെ ഭാഗവും കുണ്ടിയുടെ വിടവ് ഭാഗം ഉണ്ടല്ലോ, അതുമായിട്ടൊരു ടച്ച് ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ മിക്കവാറും പുരുഷന്മാർ അത് കണ്ണും അടച്ചുണ്ടെങ്കിൽ ആസ്വദിക്കും. ഇത് ആസ്വദിക്കുന്ന സ്ത്രീകളും ഉണ്ടായിരുന്നു ഈ ജാക്കി വെപ്പിക്കാൻ. അപ്പോൾ ഈ ബസ്സിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പം അതിൻ്റെ ഒരു കുലുക്കം ഉണ്ടല്ലോ, അതിങ്ങനെ സ്മൂത്തായിട്ടല്ലല്ലോ പോന്നേ, ചരിഞ്ഞും കുലുങ്ങിയൊക്കെ അല്ലേ പോന്നേ. അപ്പോൾ ആ ബസ്സിൻ്റെ ആ ഒരു കുലുക്കമാണ് ഈ ജാക്കി ലിവർ പൊങ്ങുന്നതും താഴുന്നതും ഒക്കെ ചെയ്യുന്നത്. അതുപോലെ ഈ ജാക്കി ഇങ്ങനെ പൊങ്ങുന്നതുണ്ടല്ലോ, ജാക്കി പൊങ്ങി വരുന്നത് ഈ വണ്ടി ബ്രേക്ക് പിടിക്കുന്ന സമയത്താണ്. അതുപോലെ തന്നെ വണ്ടി ഇങ്ങനെ സൈഡ് കൊടുക്കാനൊക്കെ ഇങ്ങനെ ചരിയൊക്കെ ചെയ്യുമല്ലോ ഈ സമയത്തും. അപ്പോൾ ഈ ഒരവസ്ഥയിൽ നിൽക്കുന്ന പുരുഷൻ ചിന്തിക്കുന്നത് ഒരിക്കലും അവരുടെ സ്റ്റോപ്പ് ആകരുതെന്നാണ് കേട്ടോ. എന്നുവെച്ചാൽ ഈ വണ്ടി ഇങ്ങനെ നിർത്താതെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കണമെന്നാണ്. അപ്പോൾ സാധാരണ എല്ലാവരും വണ്ടിക്കകത്ത് തിരക്ക് കുറയാൻ ആഗ്രഹിക്കുമ്പോൾ ഇവർ മാത്രം എങ്ങനെയെങ്കിലും തിരക്ക് കൂടണമെന്നായിരിക്കും ആഗ്രഹിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഇതിവിടെ പറയാൻ കാരണം മറ്റൊരു കാര്യമാണ്. എന്നുവെച്ചാൽ ഈ അടുത്ത സമയത്ത് ഞാനൊരു സ്ത്രീയെയും പുരുഷനെയും പരിചയപ്പെട്ടു. വളരെ നന്നായിട്ട് ലൈംഗികത ആസ്വദിക്കുകയും അതിനെ സീരിയസ് ആയിട്ട് കാണുകയും പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുകയും എന്നുവെച്ചാൽ അതിനകത്ത് റിലാക്സേഷൻ കണ്ടെത്തിയിട്ടുള്ള 2 പേര്. അപ്പോൾ അവരുടെ വ്യത്യസ്തമായ രീതിയിൽ ഒരു രീതിയാണ് ഇത്. എന്നുവെച്ചാൽ ഈ പങ്കാളികൾ ഈ ബസ്സിനകത്തുള്ള ജാക്കി വെപ്പ് അവരുടെ ബെഡ്റൂമിൽ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരാഴ്ചയിൽ 2 പ്രാവശ്യം, അതാണ് അവരുടെ കണക്ക്. പക്ഷേ ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും ഒരു വെറൈറ്റി കാണും. എന്നുവെച്ചാൽ ഇവരുടെ ബെഡ്റൂമിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവർ ഒരു ബസ്സായിട്ട് എന്നുവെച്ചാൽ ബസ്സിനകത്തുള്ള ഒരു സ്പേസായിട്ടങ്ങ് സങ്കല്പിക്കും. അപ്പോൾ ആ ഭാഗത്ത് ഇരിക്കാനൊക്കെ ഉള്ള 1-2 കസേരയൊക്കെ വേണം. അതുപോലെ തന്നെ റൂമിനകത്ത് വലിയ വെളിച്ചം പാടില്ല, ചെറിയ ഒരു മങ്ങിയ വെട്ടം, അത്യാവശ്യം കാണാം, അത് മതി. അപ്പോൾ ഇവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പുരുഷൻ ഇങ്ങനെ ബസ്സിനകത്ത് യാത്ര ചെയ്യുകയാണ്.
അപ്പം യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ്, അതിൻ്റേതായ വേഷമൊക്കെയാണ്. അന്നേരം ഒരു പക്ഷേ കയ്യിലൊരു ബാഗൊക്കെ കാണും. നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ. അപ്പോൾ ആദ്യം പുരുഷൻ ബസ്സിനകത്ത് കയറി ഇരുന്ന് യാത്ര ചെയ്യാണ്. അതുപോലെ തന്നെ നമുക്കിതിനകത്ത് സ്റ്റിമുലേഷൻ കിട്ടുന്ന കുറച്ച് പാട്ടുകളൊക്കെ ഈ സമയത്ത് കേൾക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ബസ് ഒരു സ്റ്റോപ്പിൽ നിർത്തി ഒരു യുവതി കയറി വരുന്നു. അപ്പോൾ ആ യുവതി സ്ട്രേഞ്ചറാണ് കേട്ടോ. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരിചയമില്ല, ഒന്നുമില്ല. അപ്പോൾ ഈ യുവതി വന്ന് പുരുഷനെ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നിന്ന് യാത്ര ചെയ്യുന്നു. അപ്പോൾ ഒരു ജനലിൻ്റെ അടുക്കലെങ്ങാനും ഒരു കമ്പിയിലെങ്ങാനും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കണം. അപ്പം ഞാനിതൊരു ഭാവനയാണ് കേട്ടോ, അല്ലെങ്കിൽ ഇതൊരു ഫാൻറ്റസിയാണ് പറയുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് അനുഭൂതിയും സന്തോഷവും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു യുക്തി അവിടെ പ്രയോഗിക്കണം. അതുപോലെ ഇതിനകത്ത് സ്ത്രീയുടെയും പുരുഷൻ്റെയും വേഷം വളരെ പ്രധാനമാണ്, പ്രത്യേകിച്ചും സ്ത്രീയുടെ. അത് പങ്കാളികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് തീരുമാനിച്ചാൽ മതി. ഇപ്പോൾ ചില പുരുഷന്മാർക്ക് ചില സ്ത്രീകൾ ഇന്ന വേഷത്തിൽ ഭയങ്കര ഇഷ്ടമാണല്ലോ കാണാൻ. പ്രത്യേകിച്ചും അവരുടെ ഈ ബാക്ക് വശം കാണാനുള്ള ഇഷ്ടം, അതിൻ്റെ ഒരു ആകർഷണം. ഈ പ്രത്യേക ഒരു വസ്ത്രം ധരിച്ചാൽ അവർക്ക് ഭയങ്കര ക്രേസാണ് ആ വസ്ത്രത്തിൽ കൂടി ഇത് കാണാൻ. ചില വസ്ത്രത്തിൽ കൂടെയൊക്കെ അതിൻ്റെ ഷേപ്പ് നന്നായിട്ട് എടുത്ത് കാണിക്കും. അതുപോലെ സ്ത്രീക്കും പുരുഷനും ഇവിടെ നല്ല ഫാൻറ്റസി ഉണ്ടെങ്കിലേ ഇത് കൂടുതലും രസകരമാകത്തുള്ളൂ. അതുപോലെ രണ്ട് കൂട്ടർക്കും ഒരുപോലെ താല്പര്യം ഉണ്ടായിരിക്കണം, സഹകരിക്കുകയും വേണം. അപ്പോൾ ഈ സമയത്ത് പുരുഷൻ ഇരുന്നായിരുന്നല്ലോ യാത്ര ചെയ്തത്. അപ്പോൾ ഇവരിങ്ങനെ കയറിയപ്പോഴത്തേക്ക്, ഇവരിങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് നല്ല ഷേപ്പും ഒക്കെ ഉള്ള ഇതാണ്. അപ്പം പുള്ളിക്കൊരാഗ്രഹം തോന്നി. പുള്ളിക്കാരൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഇവരുടെ പുറകിൽ വന്ന് നിൽക്കും. അപ്പം പുരുഷനെ സംബന്ധിച്ച് ഇവിടെ പല കാര്യങ്ങളും ചോദിക്കും. ചിലപ്പം പേര് ചോദിക്കും, എവിടെ ഇറങ്ങണ്ടതെന്ന് ചോദിക്കും, അല്ലെങ്കിൽ പരിചയപ്പെടാനായിട്ടൊരു ശ്രമം നടത്തും. അപ്പോൾ ആദ്യമൊക്കെ സ്ത്രീ ഒന്നും മിണ്ടാതിരുന്ന് റിജക്റ്റ് ചെയ്യണം, വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത് സ്ത്രീയുടെയും പുരുഷൻ്റെയും ഫാൻറ്റസി കൂടാണ്. അപ്പം ബസ്സിനകത്താണെന്നുള്ളൊരു ഭാവന വേണം. എന്നുവെച്ചാൽ ബസ് ഇങ്ങനെ കുലുങ്ങിയൊക്കെയാണ് പോകുന്നത്. ചിലപ്പം ബ്രേക്ക് പിടിക്കുമ്പം മുന്നോട്ട് ദേഹത്തോട്ടങ്ങ് വീഴും. അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യം വരുമല്ലോ. അപ്പോൾ ആദ്യമൊക്കെ സ്ത്രീ പങ്കാളി ഇച്ചിരി ദേഷ്യത്തോടൊക്കെ പെരുമാറണം. പിന്നെ അങ്ങ് സൗഹൃദമാകണം. ചില കേസിൽ ഇഷ്ടമില്ലാത്ത രീതി ചെയ്യുന്ന രീതിയുണ്ടല്ലോ, ആ രീതിയാകണം. അതല്ലെങ്കിൽ ഇനി ഫ്രണ്ട്സ് ആകുന്ന രീതിയുണ്ട്, സംസാരിച്ച് അങ്ങ് ഫ്രണ്ട്സ് ആകുന്നു, അങ്ങനെയാകാം. ഇങ്ങനെ സംസാരിച്ച് വളച്ചെടുക്കുന്ന രീതിയുണ്ടല്ലോ, അങ്ങനെ. ഇനി ഉള്ളിൽ ഇഷ്ടമുണ്ടായിട്ട് പുറമേ കാണിക്കാത്ത ഒരു രീതിയുണ്ടല്ലോ, അങ്ങനെയാകാം. പക്ഷേ എനിക്ക് ഇവരുടെ ക്ലൈമാക്സ് ആണ് കൂടുതലും രസമായിട്ട് തോന്നിയത്. എന്ന് വെച്ചാൽ ഇപ്പോൾ സ്ത്രീ ഇങ്ങനെ യാത്ര ചെയ്യുകയാണല്ലോ, ഇതിനിടയ്ക്ക് ഇവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് താഴോട്ട് പോകണം. കീയോ അല്ലെങ്കിൽ പേനയോ അല്ലെങ്കിൽ പൈസയോ എന്തെങ്കിലും താഴോട്ട് പോയിട്ട് ഇവർ കുനിഞ്ഞ് നിന്നിട്ട് ഇതിങ്ങനെ നോക്കുന്നു. അപ്പോൾ ഈ ഒരു പൊസിഷൻ ഒന്ന് ഭാവന കണ്ട് നോക്കിക്കേ, ഏത് രീതിയിലായിരിക്കുമെന്ന്. അപ്പോൾ ഒരു ജനലുണ്ടെങ്കിൽ കമ്പിയിലൊക്കെ പിടിച്ചോണ്ട് ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കാം. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഈ ബട്ടക്സ് ഭാഗത്ത് കൂടുതൽ സ്റ്റിമുലേഷൻ കിട്ടുന്ന രീതിയോട്, അതുപോലെ അടിക്കുന്ന സമയത്ത് ഈ രീതിയിൽ അടിക്കുന്ന ഇഷ്ടമാണ്. അപ്പം ഞാൻ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ, രണ്ട് പേരുടെയും പാറ്റേൺ, സ്ത്രീയുടെയും പുരുഷൻ്റെയും പാറ്റേൺ ഒരേ രീതിയിലാണെങ്കിൽ അവർക്ക് ശരിക്കും പുതിയ പുതിയ രീതികൾ എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു അങ്കിളും ആൻറ്റിയും, ഇച്ചിരി പ്രായമുള്ള അങ്കിളും ആൻറ്റിയും ബെഡ്റൂമിനകത്ത് റോൾ മോഡൽ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് കേട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പുതിയ പുതിയ രീതികളൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് പരീക്ഷിക്കുന്നത് നല്ലതാണ് കേട്ടോ. എന്ന് വെച്ചാൽ ലൈംഗികതയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിഫ്രഷ്മെൻറ്റ് വേണം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പുതുമകളൊന്നും ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ചിലവർക്കൊരു മടുപ്പ് വരുന്ന കണ്ടിട്ടുണ്ടോ. ഇതിനകത്ത് എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഇത് ഒഴിവാക്കാൻ നോക്കും. ഇനി ഇപ്പം ഞാനീ പറഞ്ഞ പോലെ വേണമെന്നില്ല, ഇതിനകത്ത് നിങ്ങൾക്ക് മാറ്റം വരുത്താം. പല രീതിയിൽ മാറ്റം വരുത്തി, പല പൊസിഷനും മാറ്റം വരുത്തിയൊക്കെ നിങ്ങൾക്കും ചെയ്യാം. ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, ബാക്ക് സൈഡിൽ കൂടുതൽ സ്റ്റിമുലേഷൻ കൊടുത്ത് ചെയ്യുന്ന രീതി ഒരു വിഭാഗം സ്ത്രീകൾക്ക് വളരെ ഇഷ്ടമാണ്. കാരണം അവരുടെ ഒരു ഉത്തേജന കേന്ദ്രമായിട്ട് ഈ ഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. തന്നെയുമല്ല, ഈ ഭാഗത്തിനോടുള്ള പുരുഷൻ്റെ ഒരു ആകർഷണം അതും അവരാസ്വദിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ സ്ട്രെയിൻ എടുത്ത് ചെയ്യണ്ട. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.